Am I talking to the hero or the villain? Not both. You're talking to an actor. കളങ്കാവൽ അതൊരു മന്ദഗതിയിലുള്ള ജ്വലനമാണ്. കടലാസിൽ തീ പടരുന്നതുപോലെ സാവധാനം അത് പ്രേക്ഷകരിലേക്ക് അരിച്ചുകയറുന്നു. അതിമനോഹരമായി നിലമറിഞ്ഞ തനിമയാർന്ന ഒരു ചലച്ചിത്രം. മനുഷ്യനെ കൊല്ലുന്നു. ഭീതിപ്പെടുത്തുന്ന ഞെട്ടിക്കുന്ന രംഗങ്ങളോ അമിതമായ ക്രൂരതകളോ കെട്ടിച്ചമച്ച ഷോക്ക് മൂല്യമോ ഒരു മികച്ച ക്രൈം ത്രില്ലറിന് ആവശ്യമില്ലെന്ന് ഈ സിനിമ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കഥയുടെ കരുത്താണ് പ്രധാനം. അതിനിണങ്ങിയ കരുത്തുറ്റ പ്രകടനങ്ങളും മൂർച്ചയുള്ള സാങ്കേതിക മികവും ചേരുമ്പോൾ അത് പൂർണ്ണമാവുന്നു. ഇവിടെ മമ്മൂട്ടി എന്ന അതുല്യ നടന്റെ പ്രകടനം വാക്കുകൾക്കതീതമാണ്. കളങ്കാവലിലൂടെ ഒരു നടൻ എങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ ആത്മാവിനെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിക്കണമെന്ന് അദ്ദേഹം വീണ്ടും അടിവരയിടുന്നു. ഇത് മമ്മൂട്ടിയുടെ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ്. മുൻധാരണകളെ അദ്ദേഹം തച്ചുടയ്ക്കുകയും തന്റേതായ നിയമങ്ങൾക്കനുസരിച്ച് കഥാപാത്രങ്ങളെ വാർത്തെടുക്കുകയും ചെയ്യുന്ന കാലം. ഭ്രമയുഗം വിസ്മയം തീർത്തതുപോലെ ഇവിടെയും വീരപരിവേഷം അണിയുന്നതിലല്ല അദ്ദേഹത്തിന്റെ ശ്രദ്ധ, മറിച്ച് കഥാപാത്രത്തിന്റെ ഉള്ളറകളെ സ്വന്തം ചർമ്മമായി മാറ്റിയെടുക്കുന്നതിലാണ്. ഗ്രേ ഷേഡിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ അഭിനയം സമാനതകളില്ലാത്ത തിളക്കം പ്രസരിപ്പിക്കുന്നു. മറുവശത്ത് വിനായകൻ എന്ന കലാകാരൻ ഈ അഭിനയ പ്രതിഭയ്ക്കൊപ്പം ഇഞ്ചോടിഞ്ച് മത്സരിക്കുന്നു. അദ്ദേഹത്തിന്റെ പതിവുള്ള പരുപരുത്ത വികാരശോഭമുള്ള ശൈലിയിൽ നിന്ന് നിയന്ത്രിതനായിക്കൊണ്ട് അദ്ദേഹം സന്തുലിതവും കഥാപാത്രത്തിന്റെ വേരുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതുമായ പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. സംവിധായകൻ ജിതിൻ കെ ജോസ് ഈ കഥ മെനഞ്ഞെടുത്തതിലെ വൈദഗ്ധ്യം പ്രശംസനീയമാണ്. ഇവിടെ ഒരു വ്യക്തമായ ശില്പചാതുരിയുണ്ട്. അതാലോചിച്ചുറപ്പിച്ച ലക്ഷ്യബോധമുള്ള ഒരു സൃഷ്ടിയാണ്. ശബ്ദവിഭാഗമാണ് മറ്റൊരു പ്രധാന ഘടകം. പശ്ചാത്തല സംഗീതം വൈകാരികമായ ഉയർച്ച താഴ്ചകൾക്കും നിശബ്ദതയ്ക്കുമനുസരിച്ച് കൃത്യമായി ഒഴുകി നീങ്ങുന്നു. ചെറിയൊരു കുറവായി തോന്നാവുന്നത് റൺടൈമാണ്. ചില ഷോട്ടുകൾ അല്പം അധികമാണോ എന്ന് സംശയം തോന്നിയേക്കാം. പക്ഷേ മമ്മൂട്ടിയുടേതുൾപ്പെടെയുള്ള അവിസ്മരണീയമായ പ്രകടനങ്ങൾ ഈ ചെറിയ പോരായ്മയെ പൂർണ്ണമായും മറികടക്കുന്നു. പതുക്കെ തുടങ്ങുന്ന ഒരു തീ അത് വലിയൊരു അഗ്നിയായി അവസാനിക്കുന്നു, കളങ്കാവലായി.